A very good morning to all. ഇന്നും പതിപോലെ തന്നെ നമ്മുടെ ക്ലാസ് ലൈവാണ്. നമ്മുടെ വിസ്ഡം മാസ്റ്റർ മൈൻഡ് കമ്മ്യൂണിറ്റിയുടെ അംഗങ്ങളായിട്ടുള്ളവർ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം 250-ലധികം ആളുകളാണ് ഇപ്പം ലൈവിൽ ചേർന്നിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഈ ജൈത്രയാത്ര തുടരാം. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ഏറ്റവും അധികം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇത് അവതരിപ്പിക്കുമ്പോൾ. ഇന്ന് ലോകം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോകാം. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന നമ്മുടെ AI ടൂളുകൾ അല്ലെങ്കിൽ AI ബോട്ടുകളുടെ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇത് ഏറ്റവും അധികം അഡ്വാൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചൈനയിൽ നിന്ന് നമ്മുടെ ChatGPT അല്ലെങ്കിൽ ജെമിനി ഉൾപ്പെടെയുള്ള ഗൂഗിളിൻ്റെ സോഫ്റ്റ്വെയറുകളെ കിടപിടിക്കുവാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കുവാനോ പ്രാപ്തിയുള്ളൊരു AI ടൂളാണ് DeepSeek AI എന്ന് പറയുന്നത്. അപ്പോൾ DeepSeek AI നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരൊക്കെ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് പരിചയപ്പെട്ട് കാണുമായിരിക്കും. വളരെ ഫാസ്റ്റാണ്, വളരെ ഇന്നോവേറ്റീവാണ്. എന്താണ് ഈ DeepSeek AIയുടെ ഒരു പ്രത്യേകത? എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്? ഇത് എങ്ങനെ ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഇതെങ്ങനെയാണ് പ്രതികരിക്കുന്നതിൻ്റെ ആ ഫോർമാറ്റ്, ആ ഡീപ്പ് തിങ്കിങ് പ്രോസസ്സിൽ അത് പറഞ്ഞു തന്ന ശേഷമാണ് അതിൻ്റെ ഉത്തരം നമ്മളിലേക്ക് നൽകുന്നത്. അതായത് നമ്മൾ മനുഷ്യർ നമ്മളോട് ഒരാൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പെട്ടെന്ന് നമ്മൾ അതിന് ആൻസർ കൊടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചിന്തിക്കുകയാണ്. അത് ആ ഫോർമാറ്റ്, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോർമാറ്റ് അത് ചിന്തിച്ച ശേഷം അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്, ഇദ്ദേഹം ഇന്ന കാര്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ സ്ട്രക്ചർ ചെയ്യേണ്ടത്, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മളിലേക്ക് ആ ഉത്തരം കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ എന്താണ് ആ ഉത്തരത്തിനൊരു സ്പെസിഫിക്കേഷൻ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു നമുക്ക് കുറച്ച് ആക്യുറേറ്റ് ആയിട്ട് ആ ഉത്തരം നമുക്ക് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഇമാജിനേഷനിൽ ഞാനൊന്ന് ആലോചിച്ചൊരു കാര്യമാണ് നമ്മളീ പറയുന്ന നമ്മുടെ ആ ഒരു പറയുന്ന മെർജിങ് സ്റ്റേജ്, അതായത് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വാലിറ്റി മെർജ് ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിലോട്ട് നമ്മൾ അടുത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സെയിൽസ് വിൽപ്പനയിൽ ഈ പറയുന്ന DeepSeek AI ഒരു മനുഷ്യൻ ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബ്രെയിനിലോട്ട് ഈ പറയുന്ന DeepSeek AIയെ ഒന്ന് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ സെയിൽസിൽ വിൽപ്പനയിൽ നമുക്ക് ആ മാറ്റം കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു ചിന്തയിൽ നിന്നാണ് എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട കോൺസെപ്റ്റ് കിട്ടിയത്. അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കുക, എങ്ങനെ DeepSeek AI സെയിൽസിൽ അവതരിപ്പിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്രകാരം നമ്മുടെ സെയിൽസിന് അഡ്വാൻറ്റേജ് ആകും. അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോൾ ഒന്നാമത് ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം, എങ്ങനെയാണ് ഈ AI ബോട്ട്സ് ചിന്തിക്കുന്നത്? AI ബോട്ട്സിനെ സംബന്ധിച്ച് നമുക്കറിയാം, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകൾ അത് ചിന്തിക്കുന്നത് ഡേറ്റ വെച്ചിട്ടാണ് അല്ലേ? നമ്മുടെ തന്നെ ഡേറ്റ വെച്ചിട്ടാണ്. അതിന് പ്രത്യേക അൽഗോരിതം എന്ന് പറയാം. അപ്പോൾ അത് അൽഗോരിതം അനുസരിച്ചാണ് പ്രീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അൽഗോരിതം നമ്മുടെ ഡേറ്റ വായിച്ചുകൊണ്ട് നമ്മുടെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള നമ്മൾ എന്താണോ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് എടുത്തുകൊണ്ടാണ് നമ്മളിലേക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയുടെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രക്ചേർഡ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന നമ്മുടെ ടോപ്പിക്, അല്ലെങ്കിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ DeepSeek AI എപ്രകാരം അതിൻ്റെ വെർഷൻ 1 എപ്രകാരം സെയിൽസിൽ നമുക്ക് അവതരിപ്പിക്കാം, അല്ലെങ്കിൽ സെയിൽസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് നിങ്ങളെ പഠിപ്പിക്കാൻ. ടോപ്പിക് എന്താണ്? DeepSeek AI ഇൻ സെയിൽസ് എന്നുള്ളതാണ്. DeepSeek AI ഇൻ സെയിൽസ്, അതായത് DeepSeek ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബോട്ടിനെ നമ്മുടെ സെയിൽസ് വിൽപ്പന പ്രക്രിയയിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എപ്രകാരം നമുക്കത് അഡ്വാൻറ്റേജ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനെ എപ്രകാരം നമുക്ക് ഉപയോഗിക്കാം? നമുക്കതിനെ പ്രയോജനപ്പെടുത്തണ്ടേ? നമുക്കതിനെ മനോഹരമായിട്ട് പ്രയോജനപ്പെടുത്തണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇതെങ്ങനെയാണ് ചിന്തിക്കുന്നത്? സ്ട്രക്ചേർഡ് ആണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്തുവാ? സ്ട്രക്ചേർഡ് തിങ്കിങ് എന്നുള്ളതാണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് സ്ട്രക്ചേർഡ് തിങ്കിങ്. എന്താണ് സ്ട്രക്ചേർഡ് തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? സ്ട്രക്ചേർഡ് തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI ബോട്ടുകൾ ചിന്തിക്കുന്നത്? അതൊരു അൽഗോരിതം മെത്തേഡാണ്, ഒരു അൽഗോരിതം പോലെയാണ്. അപ്പോൾ അൽഗോരിതം മെത്തേഡിലാണ് അത് ചിന്തിക്കുന്നത്. ഇറ്റ്സ് തിങ്ക് ലൈക്ക് ആൻ അൽഗോരിതം. ഇപ്പോൾ അൽഗോരിതം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അൽഗോരിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പല ഫേസസ് ആണ്, പല ഘട്ടങ്ങളാണുള്ളത്. അപ്പോൾ ഒന്നാമത് ഞാൻ പറയാം, ഇത് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സെയിൽസിൻ്റെ പ്രക്രിയ തന്നെ നമുക്കറിയാം. സെയിൽസിൻ്റെ പ്രക്രിയയാണല്ലോ നമ്മുടെ ടോപ്പിക് എന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് വിൽപ്പനയിൽ ഇത് ഉപയോഗിക്കുന്നത്? അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഒരു കസ്റ്റമർ
നമ്മളെ പറയുന്ന ഡിജിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കലായിട്ടുള്ളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ കസ്റ്റമർ വരുന്നു. ആ കസ്റ്റമർ നമ്മളൊരു ചോദ്യം ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്നു. അപ്പോൾ എന്താണ് നമുക്ക് ഫസ്റ്റിൽ നമ്മൾ ആ പറയുന്ന നമ്മുടെ അൽഗോരിതം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൻ്റെ തോട്ട് പ്രോസസ് അനുസരിച്ച് വി ഹാവ് ടു ഡിഫൈൻ ദ പ്രോബ്ലം അല്ലേ. ആ പറയുന്ന വ്യക്തിയുടെ പ്രോബ്ലത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ആ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. അതിൽ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ പറയുന്ന ആളിൽ നിന്ന് കൂടുതൽ ഡേറ്റ നമ്മൾ അനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഡേറ്റ നമ്മൾ എടുക്കണം അല്ലേ. വി ഹാവ് ടു ഗ്യാദർ ഡേറ്റ ഫ്രം ദ പേഴ്സൺ. ഒന്നാമത്തെ എന്താണ്, നമ്മൾ ആ പ്രോബ്ലത്തെ ഡിഫൈൻ ചെയ്യുന്നു. രണ്ടാമത്തെ, ആ വ്യക്തിയിൽ നിന്ന് തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അയാളുടെ പ്രശ്നം എന്താണ്, പ്രശ്നത്തിലെ ഡീറ്റെയിൽ നമ്മൾ ചോദിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ബോധതലം വളർത്തിയെടുത്തുകൊണ്ട് നമ്മൾ എന്താണ് അയാളിൽ നിന്ന് കൂടുതൽ കാര്യം മനസ്സിലാക്കിയെടുക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്താണ്, ഇത് വെച്ചിട്ട് ഈ പാറ്റേൺ വെച്ചിട്ട് ഈ വ്യക്തിയുടെ പാറ്റേൺ വെച്ചിട്ട് ഈ പ്രോബ്ലത്തെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഈ വ്യക്തിയുടെ ഈ പറയുന്ന പ്രോബ്ലത്തിൻ്റെ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇത് സമാനമായിട്ടുള്ള പ്രോബ്ലംസ് ആണോ ഈ ആൾ ഫേസ് ചെയ്യുന്നത്. അതായത് ഈ ഹിസ്റ്ററിയിൽ നമ്മൾ പറയുമല്ലോ, നമ്മൾ ഈ പറയുന്ന മുൻകാലങ്ങളിൽ ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ടോ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നത് 4 സ്റ്റേജിലൂടെയാണ്. സ്ട്രക്ചേർഡ് തിങ്കിങ്, ഈ പറയുന്ന DeepSeek AI എന്ന് പറയുന്ന അതൊരു സ്ട്രക്ചേർഡ് തിങ്കിങ് ആണ്. അതെന്താണെന്ന് പറയുന്നത്, നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ സെയിം തിങ്, അത് ആ പ്രോബ്ലത്തെ എന്താ ഡിഫൈൻ ചെയ്യുന്നു, സ്വയം ഒന്ന് ഡിഫൈൻ ചെയ്യുന്നു. രണ്ടാമെന്താണ്, നമ്മൾ നേരത്തെ കാലത്ത് അല്ലെങ്കിൽ നമ്മൾ മുന്നേ ഈ പ്രോബ്ലത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ മുന്നേ നമ്മൾ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മളിൽ നിന്ന് എന്താണ് ആ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു, അതിനൊരു സൊല്യൂഷൻ അത് പറഞ്ഞു തരുന്നു. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഡീപ് സീക്കിംഗ് AI നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ബ്രെയിനുമായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ പ്രശ്നങ്ങളും ഒരു പസിലാക്കി എടുക്കുക, അതൊരു ഗെയിം ഓഫ് ലൈഫ് ആക്കി എടുക്കുക, അതിനൊരു പ്രശ്നമാക്കി മാറ്റണ്ട. ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് എ ഗെയിം അല്ലേ, ഒരു പസിലാക്കി കാണുക. അപ്പം സ്ട്രക്ചേർഡ് തിങ്കിങ് നമ്മുടെ സെയിൽസിൽ കൊണ്ടുവന്നാൽ എന്താണ്, അതൊരു അൽഗോരിതം പോലെ നമ്മൾ പ്രവർത്തിപ്പിക്കാൻ കഴിയണം, നമ്മൾ പ്രോബ്ലത്തെ ഡിഫൈൻ ചെയ്യാൻ കഴിയണം, നമുക്ക് ഡേറ്റ നമ്മൾ ഗ്യാദർ ചെയ്യാൻ കഴിയണം. എന്നിട്ട് എന്ത് ചെയ്യണം, പാറ്റേൺ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് അതിനൊരു മനോഹരമായിട്ടുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മളെന്താണ് DeepSeek AIയുടെ ഒന്നാമത്തെ ഫീച്ചറായിട്ടുള്ള സ്ട്രക്ചേർഡ് തിങ്കിങ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇനിയും എന്താണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്തുവാ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക, ഒരു പഠിതാവാകുക. ഒപ്റ്റിമൈസ് ഫോർ കണ്ടിന്യൂസ് ലേണിംഗ്, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് ഒപ്റ്റിമൈസ് ഫോർ കണ്ടിന്യൂസ് ലേണിംഗ്. ഒപ്റ്റിമൈസ് ഫോർ കണ്ടിന്യൂസ് ലേണിംഗ്, അതായത് ഒരു തുടർ പഠനത്തിന് നമ്മൾ വിധേയരാകുക. തുടർ പഠനങ്ങൾ മാത്രമേ ഈ ഫീൽഡിൽ ഇനി ആകാവൂ. സെയിൽസിലൊരു തുടർ പഠനം, സെയിൽസാണ് നമ്മുടെ ജീവിതമെങ്കിൽ, വിൽപ്പനയാണ് നമ്മുടെ ജീവിതമെങ്കിൽ അതിലൊരു തുടർ പഠനം നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ എങ്ങനെയാണ്, അതായത് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് പോലെ, നമ്മുടെ തലച്ചോറിനകത്ത് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് പോലെ ആയിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ ഒരു പഠനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് പോലെ എന്താണ്, ഇതിനെ വീണ്ടും 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 നമ്മൾ പഠിതാവായി മാറിക്കൊണ്ടിരിക്കണം. നമ്മൾ എന്താ പറയുന്നത്, നമ്മളിൽ നമുക്ക് വേണമെങ്കിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വീണ്ടും വീണ്ടും പുതിയ കാര്യങ്ങൾ നമ്മൾ എന്താണ് പഠിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നു, കുറേ കാര്യങ്ങൾ നമ്മൾ ലീവ് ചെയ്യുന്നു, പിന്നെയും നമ്മൾ പഠിക്കുന്നു. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലേൺ, അൺലേൺ ആൻഡ് റീലേൺ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ലേൺ, അൺലേൺ ആൻഡ് റീലേൺ. അപ്പോൾ ഈ 3 പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മളിൽ പുതിയ പുതിയ ന്യൂറൽ നെറ്റ്വർക്കുകൾ രൂപപ്പെടും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്താ പറ്റുന്നത്, നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ നമുക്ക് ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് നമ്മുടെ ഈ പറയുന്ന കസ്റ്റമർ ഫീഡ്ബാക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു കസ്റ്റമർ നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഫീഡ്ബാക്ക് എടുക്കാൻ കഴിയും. ഈ കസ്റ്റമർ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡീപ് സീക്കിംഗ് AI എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ, അല്ല ഹ്യൂമൻ ബ്രെയിനിലോട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഓട്ടോമേറ്റഡ് ഫീഡ്ബാക്കിലൂടെ, അതായത് നമുക്ക് ഈ പറയുന്ന കോൾസ് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ആളുകളിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവരെ വീണ്ടും വീണ്ടും നമ്മുടെ കസ്റ്റമേഴ്സ് ആക്കി മാറ്റാൻ കഴിയും. അപ്പം കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഈ ഒരു ഘട്ടത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. സ്ട്രക്ചേർഡ് ലേണിങ്ങിനൊപ്പം തന്നെ എന്താണ്, നമ്മൾ ഓരോ വ്യക്തികളും തുടർ പഠനത്തിന് നമ്മളെ വിധേയരാക്കണം. കണ്ടിന്യൂസ് ലേണിംഗ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജിൽ അല്ലെങ്കിൽ അടുത്തൊരു ഫീച്ചർ എന്താണ്, അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. ആ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. അതായത് വി ഹാവ് ടു ലെവറേജ് ഡേറ്റ, അല്ലെങ്കിൽ വി ഹാവ് ടു ലെവറേജ് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ്. അതായത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് അതിനെ
എപ്രകാരം നമുക്ക് ലെവറേജ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ എപ്രകാരം എലിവേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് തീരുമാനങ്ങൾ എടുക്കാം. ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് കമ്പനി സിഇഒസ് ഈ ഡീപ് സീക്കിംഗ് AI ഉൾപ്പെടെയുള്ള അതിൻ്റെ സഹായത്തോടു കൂടി തീരുമാനങ്ങൾ എടുക്കാൻ ഒരു പ്രാപ്തരാകുകയാണ്. അപ്പോൾ മനുഷ്യനെ സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഡീപ് സീക്ക് AI ഉൾപ്പെടെയുള്ളത് മാറാൻ പോവുക. അപ്പം ഞാൻ എന്താ പറഞ്ഞത്, ഹൗ ടു ലെവറേജ് ഡിസിഷൻ മേക്കിംഗ്. എന്താണ് ലെവറേജ്? മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് ലെവറേജ് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ്. അതായത് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്താണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ തീരുമാനം എടുക്കുമ്പം എന്തിൻ്റെ സഹായത്തോടു കൂടിയാണ്? ഡേറ്റയുടെ സഹായത്തോടു കൂടി. അതായത് നമ്മുടെ KPI അല്ലെങ്കിൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ മെട്രിക്സുകൾ അല്ലെങ്കിൽ അനലിറ്റിക്സുകൾ ഇവയുടെയൊക്കെ സഹായത്തോടു കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമ്മുടെ സെയിൽസിൽ, നമ്മുടെ വിൽപ്പന പ്രക്രിയയിൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കസ്റ്റമേഴ്സിനെ നമുക്ക് പഠിച്ചെടുക്കുവാനും നമുക്ക് വീണ്ടും വീണ്ടും അവർക്ക് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും അവരെ കസ്റ്റമേഴ്സ് ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് അവരുടെ ഡേറ്റ പഠിക്കണം, അവരെ അനലൈസ് ചെയ്യണം. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാവണം. അതായത് നമ്മളിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ കുറിച്ച് അവർ നമ്മളുടെ കറണ്ട് കസ്റ്റമേഴ്സ് ആവുകയും ഇവരിൽ നിന്ന് എത്ര ഭാവിയിലുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് ലഭിക്കും എന്നുള്ളത് ചിന്തിക്കണം. ഇവർ മാത്രമല്ലല്ലോ കസ്റ്റമേഴ്സ്, ഇവർ മാത്രമല്ല കസ്റ്റമേഴ്സ്, ഇവരോടൊപ്പം തന്നെ എത്ര ഇവർ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ലഭിക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡേറ്റയുടെ സഹായത്തോടു കൂടി നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആകുമ്പോൾ അവരുടെ നെറ്റ്വർക്കിനെ അവിടെ കൊണ്ടുവരാൻ പറയണം, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള പ്രക്രിയ നമ്മൾ ചെയ്തു വെക്കണം. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ലെവറേജിങ് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താണ്? അതായത് ഡീപ് സീക്ക് AI എന്ന് പറയുന്ന ഡീപ് സീക്ക് AI നമ്മളുടെ ഹ്യൂമൻ ബ്രെയിനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എപ്രകാരം നമുക്ക് കാര്യങ്ങൾ ലെവറേജ് ചെയ്യാൻ കഴിയും, അല്ലേ? അതല്ലേ നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി നമ്മൾ മനുഷ്യർ ചെയ്യുന്ന പ്രക്രിയകൾ, നമ്മുടെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടു അല്ലെ എന്തൊക്കെ പ്രക്രിയകളാണോ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത്, അതിനെ നമ്മൾ ഓട്ടോമേറ്റഡ് ആക്കാൻ പോവാണ്. റിപ്പീറ്റഡ് ആയിട്ട് ഹ്യൂമൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയ നമ്മൾ ഓട്ടോമേറ്റഡ് അല്ല AI ഏൽപ്പിക്കാൻ പോവാണ്. അടുത്തതാണ് ഓട്ടോമേറ്റ് റിപ്പീറ്റബിൾ ടാസ്ക് എന്നുള്ളത്. അപ്പം നാലാമത്തെ പോയിന്റ് എന്താണ്? ഓട്ടോമേറ്റ് റിപ്പീറ്റബിൾ ടാസ്ക്. അതായത് ഹ്യൂമൻ ബീയിങ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയകളെ നമ്മൾ എന്താണ്, അതായത് ലോ ബ്രെയിൻ ടാസ്കുകൾ, അതായത് നമ്മളുടെ റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അതായത് നമ്മുടെ ലോ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ AIക്ക് വിട്ടുകൊടുക്കുകയാണ്. നീ അത് AI ചെയ്തോളും. നമ്മുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ, നമ്മുടെ വീട്ടുജോലികൾ, അല്ലെങ്കിൽ നീ ഡ്രൈവിംഗ് കാർ, സെൽഫ് ഡ്രൈവിംഗ് കാർ ഉൾപ്പെടെ ഉള്ളത് ഈ പറയുന്ന ലോ ബ്രെയിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്താ നമുക്ക് പറ്റുന്നത്? ഹ്യൂമൻ ബീങ്സിനെ നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് നമുക്ക് എത്തിക്കുവാനായിട്ട് കഴിയും. അപ്പം ഹ്യൂമൻ ബീങ്സ് എന്തൊക്കെയാണോ ഫിസിക്കലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മെഷീൻ്റെ സഹായത്തോടുകൂടി മെഷീനെ നമ്മൾ ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഏൽപ്പിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്തോളും, ഭംഗിയായിട്ട് അത് ചെയ്തു, അത് ഓട്ടോമേറ്റഡ് ആയിക്കോളും. അപ്പം നമ്മൾ മനുഷ്യരെന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു ക്രിയേറ്റ് സിസ്റ്റം. അപ്പോൾ ഈ പറയുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടാസ്കുകൾ ഓട്ടോമേറ്റഡ് ആക്കുമ്പോഴത്തേനും നമ്മൾ എന്താ ചെയ്യുന്നത്? വി ഹാവ് ടു സ്ട്രക്ചർ ദ സിസ്റ്റംസ് സ്ട്രക്ചർ ചെയ്യണം. അപ്പോൾ ആ പറയുന്ന സിസ്റ്റംസ് സ്ട്രക്ചർ ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ ഭാഗമാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ എന്തൊക്കെയാണ് ഡിസൈൻ ചെയ്യുന്നത്? അത് പ്രോസ്പെക്റ്റിങ്ങിന് ഒരു വർക്ക് ഫ്ലോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അതാ സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഫോളോ അപ്പ് എടുക്കുന്നു. അതിനുശേഷം എന്താ ചെയ്യുന്നത്? കോച്ചിങ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മൾ ലോ ബ്രെയിൻ വർക്ക് ഏൽപ്പിച്ച ശേഷം നമ്മൾ നമ്മുടെ പ്രസ്ഥാനത്തിൽ, നമ്മുടെ ബ്രാൻഡിൽ, നമ്മുടെ പ്രോഡക്റ്റ് സർവീസിൽ നമ്മൾ സിസ്റ്റം കൊണ്ടുവരുന്നു. സിസ്റ്റത്തിൽ എന്തൊക്കെയാണ്? വർക്ക് ഫ്ലോ, പ്രോസ്പെക്റ്റ് ചെയ്യാനായിട്ട് ഒരു വർക്ക് ഫ്ലോ ഡിസൈൻ ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം എന്തൊക്കെയാണ്? ഫോളോ അപ്പ് ചെയ്യുന്നു. മൂന്നാമത്തെ എന്തൊക്കെയാണ്? കോച്ചിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ. ഇതോടുകൂടി ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. മാക്സിമം എഫിഷ്യൻസിക്ക് വേണ്ടി നമ്മൾ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നു. ആ സിസ്റ്റം 1, 2, 3 കൺവേർട്ട് ചെയ്യുന്നു. അതിനെ എന്ത് ചെയ്യുന്നു? അതിനുശേഷം ആ പറയുന്ന ഒരു പാറ്റേൺ സൃഷ്ടിച്ച ശേഷം എന്താണ്? നമ്മളിൽ ആ സെയിൽസ് നടക്കുന്നു. അപ്പോൾ ഇത് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ്? വി ആർ ഫ്രീ. അപ്പം സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് എന്താണ് ഡീപ് സീക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു AI ഇൻ്റഗ്രേഷൻ ഹ്യൂമനിലേക്ക് വന്നാൽ സംഭവിക്കാൻ പോകുന്നത്. ടാസ്കുകൾ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നു. AI സഹായത്തോടു കൂടി നമ്മൾ എന്താണ് എല്ലാ കാര്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്യുകയാണ്, സിസ്റ്റം ബിൽഡ് ചെയ്യുന്നു. ഇനി അടുത്തൊരു പോയിന്റ് എന്താണ്? അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കൾട്ടിവേറ്റിംഗ് ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് ലോജിക്. അതായത് EQ എന്ന് പറയുന്ന ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കടമ ഇവിടെ നമ്മൾ നിർവഹിക്കാൻ പോകും. ഹ്യൂമൻ ബീയിങ്സിന് എന്താണ്? ഇമോഷണൽ ഇൻ്റലിജൻസിനെ നമ്മൾ വർക്കൗട്ട് ആക്കുകയാണ്. ലോജിക്കൽ ബ്രെയിനോടൊപ്പം തന്നെ നമ്മൾ എന്താണ്? ഇമോഷണൽ ഇൻ്റലിജൻസോടെ നമ്മൾ മെർജ് ചെയ്യുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ്? അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? കൾട്ടിവേറ്റ് ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ്
ലോജിക്, അതായത് ഇമോഷണൽ ഇൻ്റലിജൻസും ലോജിക്കൂടെ നമ്മൾ മെർജ് ചെയ്യുന്ന ഒരു സമയം അല്ലെങ്കിൽ കാലഘട്ടമാണിത്. പറയുന്ന നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസും ലോജിക്കും നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, അതിനെ എപ്രകാരമാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എമ്പതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സഹാനുഭൂതി, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്ന ആ ഒരു തത്വം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താണോ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നീ അവർക്ക് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന തത്വവും, ഈ പറയുന്ന അതായത് മനുഷ്യർ തമ്മിലുള്ള ആ കണക്ടിവിറ്റിയുടെ എല്ലാ വിധത്തിലുള്ള ഇമോഷൻസും വർക്കൗട്ട് ആകുന്നത് ഇവിടെയാണ്. എന്തൊക്കെയാണ് മെർജ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? എമ്പതിയോടൊപ്പം തന്നെ നമ്മൾ എന്താണ്, നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. നമ്മുടെ ആളുകളുടെ സ്വഭാവ രീതി, ആളുകളുടെ ക്യാരക്ടർ നമ്മളുമായിട്ട് മെർജ് ചെയ്യുകയാണ്, എമ്പതി വർക്കൗട്ട് ആക്കുകയാണ്. ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒബ്ജക്ഷൻ സാധാരണയായിട്ട് നമ്മൾ ഈ പറയുന്ന സെയിൽസ് ടീമുകൾ അല്ലെങ്കിൽ സെയിൽസ്മാൻമാർ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന പേടിക്കുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് സെയിൽസ് ക്ലോസ് ചെയ്യാൻ. അവിടെയാണ് എന്താ പറയുന്നത്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള ഒബ്ജക്ഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് അല്ലേ. അവിടെയല്ലേ ഒബ്ജക്ഷൻസ് അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ അതായത് റോൾ പ്ലേയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒബ്ജക്ഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് നമ്മൾ പരിശീലിക്കും. നമുക്ക് കുറേ പരിശീലനങ്ങൾ കിട്ടും, കുറേ പ്രാക്ടീസ് നമുക്ക് കിട്ടും. പല വിധത്തിലുള്ള ഒബ്ജക്ഷനെ നമ്മൾ കൈകാര്യം ചെയ്യും. ആളുകൾ ഏത് തരത്തിലുള്ള ഒബ്ജക്ഷൻസ് വന്നു കഴിഞ്ഞാലും അതിനെ എപ്രകാരം ടാക്കിൾ ചെയ്യണമെന്നുള്ളത് ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണ്, അത് ആ ഒബ്ജക്ഷൻ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളത് ഭംഗിയായിട്ട് കൂളായിട്ട് അതിനെ കൈകാര്യം ചെയ്യും. നമ്മുടെ ഏസ് പറയേണ്ടടുത്ത് ഏസ് പറയും, നമ്മൾ പോസ് ഇടേണ്ടടുത്ത് പോസ് ഇടും, നമ്മൾ നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയും. അപ്പം സൈലൻസ് ആവേണ്ടടുത്ത് സൈലൻസ് ആവും. അപ്പോൾ എന്ന് പറയുന്ന വിവിധ ടെക്നിക്കുകളാണ് ഈ പറയുന്ന ഒബ്ജക്ഷനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ഒബ്ജക്ഷൻ എന്ന് പറയുന്ന ഈ പറയുന്ന നമ്മുടെ കസ്റ്റമർ നമ്മളോട് ഒബ്ജക്ഷൻ പറയുമ്പോൾ നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു, ആ വ്യക്തിയെ അനലൈസ് ചെയ്യുന്നു, ആ വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഇതെല്ലാം വെച്ചുകൊണ്ട് ആ വ്യക്തി നമ്മളോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു. ലിസണിങ് ഉണ്ടാവും. നമ്മുടെ സൂപ്പർ പവറാണ് ലിസണിങ്, ഒരു സൂപ്പർ പവറാണ്. പോസ് ചെയ്യുന്നൊരു സൂപ്പർ പവറാണ്. അതായത് ഇത് മുഴുവൻ കേട്ട ശേഷം നമ്മളൊരു ഗ്യാപ്പ് ഇട്ട ശേഷമേ നമ്മൾ പ്രതികരിക്കത്തുള്ളൂ. നമ്മൾ ചിലതിനോട് നോ പറയേണ്ടി വരും. നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് നോ പറയുകയാണ്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നമ്മൾ പുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടുകൂടി നമ്മളൊരു കേൾവിക്കാരനെ പോലെ കേട്ട ശേഷം നമ്മൾ ചിലതിനോട് യേസ് പറയുന്നു, ചിലതിനോട് നോ പറയുന്നു. അതിനുശേഷം എന്താണ് ഞാൻ പറഞ്ഞത്, മനോഹരമായിട്ട് നമ്മളും അവരും തമ്മിലുള്ള വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു സ്റ്റേജിൽ എന്താണ് നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് നമ്മൾ വർക്കൗട്ട് ആവുന്നുണ്ട്, ലോജിക്കൽ ബ്രെയിനുകൾ നമ്മൾ ചിന്തിക്കുന്നു. ആ വ്യക്തിയുടെ എല്ലാ വിധത്തിലുള്ള പ്രയാസം ബുദ്ധിമുട്ടുകളെ നമ്മൾ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നു. കാരണം ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് ഇൻഡ്യൂഷൻ ഉണ്ട്. നമുക്കൊരു വ്യക്തിയുടെ ബോഡി ലാംഗ്വേജും അയാളുടെ സംസാര രീതിയും അവരുടെ പ്രകൃതങ്ങളും എല്ലാം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? DeepSeek-AI അല്ലേ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, വി തിങ്ക് ലൈക്ക് എ മെഷീൻ ആൻഡ് ആക്ട് ലൈക്ക് എ ഹ്യൂമൻ. നമ്മൾ ഒരു മെഷീൻ്റെ കൂട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത്രയും നമ്മുടെ ബ്രെയിൻ അത്രയും പവർഫുള്ളാണ്. അപ്പോൾ നമ്മൾ എന്താണ്, വി തിങ്ക് ലൈക്ക് എ മെഷീൻ ആൻഡ് ആക്ട് ലൈക്ക് എ ഹ്യൂമൻ. ആ നമ്മുടെ മെഷീൻ്റെ പ്രത്യേകത നമ്മളിൽ ഉണ്ടാവണം. ആ മനുഷ്യൻ ചിന്തിക്കുന്ന രീതി അല്ലെങ്കിൽ മനുഷ്യൻ പ്രവർത്തിക്കുന്ന രീതി, ആ ഇമോഷൻസ് നമ്മളിൽ വർക്കൗട്ടാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തുള്ള കാലഘട്ടമാണ്. DeepSeek-AI ഉൾപ്പെടെയുള്ള എല്ലാ വിധത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിക്കോട്ടെ, ഈ പറയുന്ന AI ഏജൻസ് ആയിക്കോട്ടെ, ഇവ ഹ്യൂമൻ ബീങ്സുമായിട്ട് മെർജ് ചെയ്തുകൊണ്ട് അതിനെ എപ്രകാരം മനുഷ്യർക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവ ഉപയോഗിക്കാതെയുള്ള സെയിൽസ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഇനിയുള്ള കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടാണ്. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് AI ടൂളുകളായിക്കോട്ടെ, AI ടൂൾ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കണം. നമ്മുടെ ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് ജോബ്, അതായത് 9 to 5 ജോബ് എന്ന് പറയുന്ന ആ സ്ട്രക്ചറിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് മാറണം, നമ്മുടെ ലൈഫിനെ നമ്മൾ ബിസിനസ് ആക്കണം. ഓരോ മനുഷ്യൻ്റെയും ജീവിതം എന്ന് പറയുന്നത് ഈസ് ഓൾ അബൌട്ട് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അതായത് നമ്മുടെ കഴിവുകളുടെ ഒരു പൊട്ടൻഷ്യലുണ്ട്, ഓരോ വ്യക്തിക്ക് ഒരു പൊട്ടൻഷ്യലുണ്ട്, ഓരോ വ്യക്തിക്ക് ഒരു ഫ്ലോ സ്റ്റേറ്റ് ഉണ്ട്. അത് കണ്ടെത്തിയ ശേഷം അതിലേക്കുള്ള മാക്സിമം നമ്മുടെ യാത്രയായിരിക്കണം. അതാണ് ആ സീഡിനുള്ളിൽ നമ്മളെ ഒരുക്കി വെച്ചിരിക്കുന്നത്, നമ്മുടെ DNA ആണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെ DeepSeek-AI DNA പോലെ തന്നെ നമ്മുടെ ഉള്ളിലെ ആ DNA എന്ന് പറഞ്ഞ മാക്സിമം പൊട്ടൻഷ്യലാണ്. അത് ഇനിയെങ്കിലും നമ്മൾ പുറത്തോട്ട് കൊണ്ടുവന്നില്ല എങ്കിൽ നമുക്ക് സാമ്പത്തിക ബാധ്യതകൾ, നമുക്ക് ദാരിദ്ര്യം, നമുക്ക് ബുദ്ധിമുട്ടുകൾ, ആങ്സൈറ്റി, ഇങ്ങനെയുള്ള എല്ലാവിധ ഘട്ടത്തിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഇപ്പം നമ്മൾ നരകത്തിലൂടെ കടന്നു പോയില്ല എങ്കിൽ, ആ നരകമെന്ന് പറയുന്നത് നമ്മൾ ഫേസ് ചെയ്യുന്ന വിഷമതകൾ, നമ്മൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇതാ പറയുന്ന നമ്മളെ മെഷീൻ ആകാൻ എടുക്കുന്ന സമയമാണ്.
ആ ഡെപ്തിലോട്ടുള്ള ആ ഒരു യാത്രയാണ്. എന്താ നമ്മൾ റാബിറ്റ് ഹോൾ എന്നൊക്കെ പറയും അല്ലേ? അതിലോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന ഒരു ഘട്ടമാണ്. ഇച്ചിരി പ്രയാസമാണ്. അതിലൂടെ നമ്മൾ കടന്ന് എന്താണ് അതിങ്ങനെ നമ്മൾ തുറന്ന് പോകുമ്പോൾ എത്തിച്ചേരുന്നതാണ് എന്താണ് നമ്മുടെ ആ അൾട്ടിമേറ്റ് പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ മറുലോകം, അല്ലെങ്കിൽ ആ പറയുന്ന സ്വർഗ്ഗലോകം എന്ന് പറയുന്നത്. അപ്പം അതിലേക്കുള്ളൊരു യാത്ര എന്താവണം? ആ പെയിൻഫുൾ ജേർണി എടുക്കാൻ തയ്യാറായെങ്കിൽ എന്തുണ്ടാവത്തുള്ളൂ? നമുക്ക് ഈ പറയുന്ന ബെറ്റർ ലൈഫ് ഉണ്ടാകത്തുള്ളൂ. അപ്പം ഡീപ് സീ AI നമ്മുടെ സെയിൽസിൽ നമ്മുടെ ബ്രെയിനിലോട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരേക്കും